കഥയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് പഞ്ചതന്ത്രത്തിലെ ഒരു കഥയാണ്. പഞ്ചതന്ത്രത്തെക്കുറിച്ച് ഇതിനു മുന്നേ ഒരു എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞില്ലേ, എന്താണ് പഞ്ചതന്ത്രം, ആരെഴുതി? വിഷ്ണു ശർമ്മ എഴുതിയ പഞ്ചതന്ത്രത്തിലെ ഒരു കഥയാണ്. ഈ കഥയുടെ പേര് ജീർണധനനും അയൽക്കാരനും. എന്ന കഥ തുടങ്ങാം. പണ്ട് ഒരു പട്ടണത്തിൽ ജീർണധനൻ എന്നൊരു വ്യാപാരി ഉണ്ടായിരുന്നു. ജീർണധനൻ്റെ വീട്ടിൽ വസ്തുക്കളുടെ ഭാരം അളക്കാൻ ഒരു വലിയ ഇരുമ്പ് ത്രാസും ഉണ്ടായിരുന്നു. ത്രാസ് നമ്മൾ കണ്ടിട്ടില്ലേ, പച്ചക്കറി കടയിൽ പോകുമ്പോൾ പച്ചക്കറി ഇട്ട് ഒരു സൈഡിൽ വെയിറ്റ് ഇട്ടിട്ട് പച്ചക്കറി തൂക്കുന്ന ഒരു വസ്തു. ആ നാട്ടിൽ മറ്റാർക്കും ഇത്രയും വലിയ ഇരുമ്പ് ത്രാസ് ഇല്ലായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരിക്കൽ ജീർണധൻ തൻ്റെ ത്രാസ് അയൽക്കാരനെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച ശേഷം അടുത്തുള്ള നാട്ടിലേക്ക് ഒന്നുപോയി. നാളുകൾ കടന്നുപോയി. ഒരു ദിവസം ജീർണധനൻ പട്ടണത്തിൽ നിന്ന് തിരിച്ചെത്തി. തൻ്റെ ഇരുമ്പ് ത്രാസ് തിരികെ വാങ്ങാൻ ജീർണധനൻ അയൽക്കാരനടുത്തെത്തി. ചങ്ങാതി, എൻ്റെ ഇരുമ്പ് ത്രാസ് തിരിച്ചു തന്നാലും, ജീർണധനൻ പറഞ്ഞു. എന്ത് ചെയ്യാനാ ജീർണധന, അങ്ങയുടെ ഇരുമ്പ് ത്രാസ് ഒരു എലി തിന്നു തീർത്തു. അയൽക്കാരൻ വളരെ ദുഃഖത്തോടെ പറഞ്ഞു. അത്രയും വലിയ ഇരുമ്പ് ത്രാസ് ഒരു എലി തിന്നില്ല എന്ന് ജീർണധനന് അറിയാം. അതിനാൽ അയൽക്കാരൻ കള്ളം പറയുകയാണെന്ന് ജീർണധനൻ മനസ്സിലായി. എന്നാൽ ജീർണധനൻ ഒന്നും ഭാവിച്ചില്ല. ചങ്ങാതി, ഏറെ ദൂരം യാത്ര ചെയ്ത കാരണം ഞാൻ ആകെ ക്ഷീണിച്ചിരിക്കുകയാണ്. എനിക്കൊന്ന് കുളിക്കണം. തങ്ങളുടെ മകൻ്റെ കയ്യിൽ കുറച്ച് എണ്ണയും നൽകി എനിക്ക് പുഴക്കരയിൽ കൊടുത്തുവിടാമോ? ജീർണധനൻ ചോദിച്ചു. പിന്നെന്താ, അയൽക്കാരൻ മകനെ ജീർണധനനോടൊപ്പം അയച്ചു. പുഴക്കരയിൽ എത്തിയതും ജീർണധൻ കുട്ടിയെ അവിടെയുള്ള ഒരു ഗുഹയിൽ കയറ്റി. ഗുഹ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കേവിൽ കയറ്റി. എന്നിട്ട് ഗുഹയുടെ വാതിൽ കല്ലുകൊണ്ട് അടച്ചു. പിന്നീട് കുളി കഴിഞ്ഞ് അയൽക്കാരനെ വീട്ടിലെത്തി. എൻ്റെ മകൻ എവിടെ? അയൽക്കാരൻ ചോദിച്ചു. ജീർണധനൻ ദുഃഖത്തോടെ പറഞ്ഞു. അങ്ങയുടെ മകനെ ഒരു പരുന്ത് വന്ന് കൊണ്ടുപോയി. ജീർണധൻ പറഞ്ഞു. എന്ത്? മനുഷ്യക്കുട്ടിയെ പരുന്ത് കൊത്തിയെന്നോ? നുണ, അയൽക്കാരൻ പറഞ്ഞു. ഒടുവിൽ അവർ തർക്കമായി. അവർ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. അവർ വഴക്ക് തീർക്കാനായിട്ട് ആ നാട്ടിലെ വലിയ ഒരു പ്രമുഖൻ്റെ അടുത്തെത്തി. ആ പ്രമുഖൻ കഥ കേട്ടപ്പോൾ മനസ്സിലായി ജീർണധൻ പറയുന്നത് തെറ്റാണെന്ന്, നുണയാണെന്ന് മനസ്സിലായി. അയാൾ ജീർണധനോട് കുട്ടിയെ തിരിച്ചു കൊടുക്കാൻ പറഞ്ഞു. അപ്പോഴാണ് ജീർണധൻ ചിരിയോടെ പറഞ്ഞത്, വലിയ ഇരുമ്പ് ത്രാസ് ഒരു എലി ഭക്ഷണമാക്കുവാണെങ്കിൽ പരുന്ത് മനുഷ്യക്കുട്ടിയെ കൊത്തിക്കൊണ്ട് പോകുന്നതിൽ എന്താ തെറ്റ്? ന്യായാധിപന് കാര്യം പിടികിട്ടി. ജീർണധൻ്റെ ഇരുമ്പ് ത്രാസ് തിരികെ നൽകാൻ ന്യായാധിപൻ അയൽക്കാരനോട് പറഞ്ഞു. അയൽക്കാരൻ ജീർണധന് ത്രാസ് തിരിച്ചു കൊടുത്തപ്പോൾ ജീർണധൻ ഗുഹയിൽ അടച്ചിരിക്കുന്ന കുട്ടിയെ തിരിച്ചു കൊടുത്തു. കുട്ടികൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ കഥയിൽ നമുക്കെന്ത് മനസ്സിലായി? ആരെയും എപ്പോഴും പറ്റിച്ച് ജീവിക്കാൻ പറ്റില്ല. നമ്മൾ ആരെങ്കിലും പറ്റിച്ചാൽ നമ്മളെയും ആരെങ്കിലും എപ്പോഴെങ്കിലും തിരിച്ച് പറ്റിക്കും. അതുകൊണ്ട് നമ്മൾ നല്ല കുട്ടികളായി ആരെയും പറ്റിക്കാതെയും സത്യസന്ധമായും ജീവിക്കുക. ഈ കഥ ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. ആപ്പിലൂടെ അറിയിക്കാം, ഫേസ്ബുക്കിലൂടെ അറിയിക്കാം. ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത കഥ വരെ താങ്ക് യു. ബൈ.